നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിലുള്ള മൂന്നാം സർക്കാർ ഇന്ന് രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു. കേരളത്തിന് 2 മന്ത്രിസഭാംഗങ്ങളെ കിട്ടിയിരിക്കുന്നു എന്നുള്ളത് മലയാളികൾക്കാകെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ കേരളത്തിന് ഒരു മന്ത്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2014 തൊട്ട് 17 വരെയുള്ള 3 വർഷക്കാലം മന്ത്രിയില്ലായിരുന്നു. അതിനുശേഷം ഒരു മന്ത്രിയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് ആദ്യമായിട്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒരു പ്രതിനിധി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി കേരളത്തിന് ഒരു മന്ത്രിയെ കൂടി അധികമായിട്ട് നൽകിയിരിക്കുകയാണ്. അങ്ങനെ കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം, പ്രത്യേകമായിട്ടുള്ള കരുതൽ, കേരളത്തിൻ്റെ വികസനത്തിനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിബദ്ധത, ആ പ്രതിബദ്ധതയെല്ലാം വ്യക്തമാക്കുന്നതാണ് ഇന്നുണ്ടായിട്ടുള്ള ഈ മന്ത്രിസഭാ രൂപീകരണത്തിൽ കേരളത്തിന് ലഭിച്ചിട്ടുള്ള പങ്കാളിത്തം. കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ വിദേശകാര്യ വകുപ്പിൻ്റെ സഹമന്ത്രി എന്നുള്ള നിലയിൽ പ്രവാസികളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദി സർക്കാർ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും സജീവമായിട്ട് പങ്കാളിയാകാൻ സാധിച്ചു. അതോടൊപ്പം കേരളത്തിൻ്റെ വികസനവുമായും കേരളത്തിലെ ജനങ്ങൾ നേരിടുന്ന മറ്റ് നിരവധി പ്രശ്നങ്ങൾ, ആ പ്രശ്നങ്ങൾ സർക്കാരിലെ വിവിധ മന്ത്രിമാരുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിനാവശ്യമായിട്ടുള്ള പരിഹാര മാർഗങ്ങൾ തേടാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കാര്യമാണ്. പ്രധാനമന്ത്രി നൽകിയിട്ടുള്ള ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്താൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. തീർച്ചയായിട്ടും ഞാൻ തിരിച്ച് തിരുവനന്തപുരത്തുണ്ടാകും. തിരുവനന്തപുരത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ജനങ്ങളോടൊപ്പം ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നടത്തിയിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം, ആ രാഷ്ട്രീയ പ്രവർത്തനം തുടരും. ജോർജ് കുര്യൻ്റെ മന്ത്രിസ്ഥാനം പ്രത്യേകിച്ച് വർഷങ്ങളായി BJPക്കൊപ്പം നിൽക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം ക്രിസ്ത്യൻ സമുദായ അംഗം കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി അടുത്തിരിക്കുമ്പോഴാണ് അദ്ദേഹത്തെ കേന്ദ്രമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ തൃശ്ശൂർ കിട്ടിയ ആ ഒരു ആവർത്തനം മറ്റ് പല ഇതിലും BJP ലക്ഷ്യമിടുന്നതിൻ്റെ ഭാഗമാണ്. അല്ല, ഈ ശ്രീ ജോർജ് കുര്യനെ മന്ത്രിസ്ഥാനത്തേക്ക് നിയോഗിക്കാനുള്ള, മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെയും പ്രധാനമന്ത്രിയുടെയും തീരുമാനം വാസ്തവത്തിൽ കേരളത്തിൽ ക്രൈസ്തവ സമുദായത്തിനിടയിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പൊതുവായി ഭാരതീയ ജനതാ പാർട്ടിയെക്കുറിച്ച് തെറ്റിദ്ധാരണ പടർത്താൻ വേണ്ടി നടത്തുന്ന കോൺഗ്രസ് CPM ശ്രമങ്ങൾക്കുള്ള തിരിച്ചടിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളെയും ഒരേപോലെ കണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി എന്നുള്ള നിലയിൽ ആ ശ്രമങ്ങൾ നടത്തുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയെ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ കരിവാരിത്തേച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും നടത്തുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ പരിപൂർണമായും പരാജയപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഇന്നുണ്ടായിട്ടുള്ളത്. കാരണം കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MPക്ക് പുറമെ മന്ത്രിസഭയിൽ ആർക്ക് പ്രാതിനിധ്യം നൽകണം എന്നുള്ള വിഷയം വരുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വവും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരു ക്രൈസ്തവ സമുദായത്തെ അംഗത്തെ ആ ചുമതലയെ ഏൽപ്പിക്കാൻ തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ക്രൈസ്തവ സമുദായത്തിനോട്, ഈ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളോട് നരേന്ദ്രമോദി സർക്കാർ കാണിക്കുന്ന തുല്യതയുടെ മനോഭാവം, ആ മനോഭാവമാണ് വ്യക്തമാകുന്നത്.